ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2017 CPI എടുത്ത ഒരു നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ പേരിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അതുതന്നെ 2024 ആവർത്തിക്കും എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. പക്ഷേ 2017 2024 തമ്മിൽ കാര്യമായ ഒരു വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ CPIക്ക് കഴിഞ്ഞിട്ടില്ല. അത് CPI മനസ്സിലാക്കും പിന്നീട് എന്നാണ് CPIM നേതാക്കൾ പറയുന്നത്. എന്താണ് 2017 നടന്നത്? 2017 ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായി. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. അന്ന് CPIM എടുത്ത നിലപാട് മന്ത്രി രാജിവെക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടിയാണ്. എന്നാൽ CPI പരസ്യമായി മന്ത്രിക്കെതിരെ രംഗത്തു വന്നു. പരസ്യ പ്രസ്താവന നടത്തി. മന്ത്രി രാജിവെച്ചേ തീരൂ എന്ന നിലപാടെടുത്തു. എന്നാൽ CPIM പറഞ്ഞു അത് NCP തീരുമാനിക്കട്ടെ എന്ന്. NCP തീരുമാനിക്കുന്നതുവരെ കാത്തിരിക്കാൻ പോലും CPI തയ്യാറായില്ല. ഇന്ന് എന്താണോ CPI നടത്തുന്നത് അതുപോലെ തന്നെ CPI യോഗം ചേരുന്നു, പ്രതിഷേധം അറിയിക്കുന്നു, മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നു, LDFന് കത്ത് നൽകുന്നു. അങ്ങനെ ഇന്ന് എന്താണോ നടന്നത് അത് തന്നെയാണ് അന്ന് 2017 നടന്നത്. അവസാനം മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു. തോമസ് ചാണ്ടി പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗം നടക്കുന്നു. CPI മന്ത്രിമാരായ E ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, K രാജു, P തിലോത്തമൻ എന്നിവർ മന്ത്രി E ചന്ദ്രശേഖരൻ്റെ ഓഫീസിൽ ഇരിക്കുന്നു. അവിടെ നിന്ന് കത്ത് കൊടുക്കുന്നു മുഖ്യമന്ത്രിക്ക് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട്. അവസാനം 2017 നവംബർ 15 തോമസ് ചാണ്ടി രാജിവെക്കുന്നു. അതോടുകൂടി പ്രശ്നം തീരുന്നു. അതുപോലെ ഇപ്പോൾ V ശിവൻകുട്ടിയെ രാജിവെപ്പിക്കാൻ കഴിയുമോ എന്നാണ് CPI നോക്കുന്നത്. അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പെങ്കിലും എടുത്തു മാറ്റണം V ശിവൻകുട്ടിയിൽ നിന്ന് എന്നും പറയുന്നുണ്ട് CPI നേതാക്കൾ. അതല്ല, കരാറിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയും, കേന്ദ്ര സർക്കാരിന് കത്ത് നൽകണം എന്നാണ് മറ്റൊരു കൂട്ടർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ CPIയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട് എന്ന് തീരുമാനിക്കണം എന്ന കാര്യത്തിൽ അത് അവിടെ നടക്കട്ടെ. പക്ഷേ 2017 2024 ആവർത്തിക്കുമോ? ആവർത്തിക്കില്ല, ഒരു സംശയവുമുണ്ട്. ഒരു കാതലായ വ്യത്യാസമുണ്ട്. അന്ന് NCPയുടെ മന്ത്രിയായിരുന്നു, ഹൈക്കോടതിയുടെ പരാമർശമായിരുന്നു. ഇന്ന് CPMന്റെ മന്ത്രിയാണ്, കോടതി ഇവിടെ ഇല്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് MOU ഒപ്പിടാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അതിന് പച്ചക്കൊടി കാണിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഒറ്റക്കെടുത്ത തീരുമാനമല്ല എന്നതിൻ്റെ തെളിവെന്താണ്? ഈ സംഭവം ഉയർന്നു വന്ന ഉടനെ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും മന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മന്ത്രി V ശിവൻകുട്ടി എന്താണ് നടന്നത്, എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് വിശദീകരിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. ആ ലേഖനം പ്രമുഖ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു CPIM. ഒരു തരത്തിലും CPIയുടെ ഭീഷണിക്ക്, സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് സുപ്രധാനമായ തീരുമാനമെടുക്കുന്നു. CPIയെ പിണക്കേണ്ടതില്ല, അവരുമായി സംസാരിക്കണം, അവരെ LDFനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തണം. അതിനുവേണ്ടി CPIയുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയെ തന്നെ ചുമതലയേൽപ്പിക്കുന്നു. മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കുന്നു. സാധാരണ CPM CPI തമ്മിൽ തർക്കമുണ്ടായാൽ CPM സംസ്ഥാന സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തും. അതാണ് രീതി. നേരത്തെയും അങ്ങനെയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനും കാനൻ രാജേന്ദ്രനും തർക്ക വിഷയങ്ങളിലൊക്കെ സംസാരിച്ച് തീർക്കുന്നത് നാം കണ്ടതുമാണ്. ഇവിടെ മുഖ്യമന്ത്രി തന്നെ ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തുന്നു. എന്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് അക്കാര്യം അറിയിക്കുന്നു. 2 ഫോർമുല അത് മുന്നോട്ട് വെക്കുന്നു. ഒന്ന് LDFന്റെ സമിതിയും മറ്റൊന്ന് മന്ത്രിതല സമിതിയും. CPIയുടെ മന്ത്രിമാർ അംഗങ്ങളായ മന്ത്രിതല സമിതി പദ്ധതി നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കും. NEP നടപ്പാക്കുന്നുണ്ടോ എന്ന് അവർക്ക് നിരീക്ഷിക്കാം, പരിശോധിക്കാം. അത്തരമൊരു തീരുമാനത്തിൽ എത്തുകയും അത്തരമൊരു തീരുമാനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ട തീരുമാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ അറിയിക്കുന്നത്. പക്ഷേ തള്ളിക്കളഞ്ഞു ബിനോയ് വിശ്വം. തീരുമാനമൊന്നുമായില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ 4-ാം തീയതി നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗം തീരുമാനിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണോ എന്നറിയില്ല. എന്നിരുന്നാലും മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുക എന്ന കടുത്ത നിലപാടിലേക്ക് പോവുകയാണ് CPI എങ്കിൽ അത് മുന്നണി ബന്ധത്തെ തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ചെറിയ സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട്.
എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, CPM ഒരു അടി പുറകോട്ടില്ല. 2017 ഇവിടെ 2024 ആവർത്തിക്കുമെന്ന് CPI നേതാക്കൾ കരുതേണ്ട കാര്യമില്ല. CPIMന്റെ മന്ത്രിയാണ്, ആ മന്ത്രിക്ക് LDFന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ട് CPIയുടെ മുന്നിൽ. അത് സംബന്ധിച്ച് CPIക്ക് തീരുമാനിക്കാം, തീരുമാനം അറിയിക്കാം. മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് CPIMന്റെ നിലപാട്. എവിടെ പോകും CPI, എന്ത് തീരുമാനമെടുക്കും CPI, അതാണ് ഇനി ഉറ്റുനോക്കുന്നത്. മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞ് മറിയുക തന്നെ ചെയ്യും. അതിൻ്റെ സൂചനകൾ ഇതിനകം തന്നെ മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞു.